നിലമ്പൂർ എം.എൽ.എ. ആയ പി.വി. അൻവർ തുടങ്ങിയ കൊട്ടാര വിപ്ലവം ഇന്ന് CPM-നെ തന്നെ ആകെ ഇളക്കുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് CPM-ൻ്റെ ലേബലിൽ തന്നെ ഇടതുപക്ഷ MLA ആയി 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട പി.വി. അൻവർ ഇപ്പോൾ ഈ ഒരു സാഹസത്തിന് ഇറങ്ങിത്തിരിച്ചത് വെറുതെയാണെന്ന് ആരും കരുതുന്നില്ല. മറിച്ച് വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ആ ലക്ഷ്യങ്ങളെപ്പറ്റി പല ചർച്ചകളും ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുമുണ്ട്. എന്നാൽ നാം പി.വി. അൻവറിൻ്റെ ചരിത്രത്തെപ്പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഈ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ യാദൃച്ഛികമായ ഒരു സംഭവവികാസമല്ല, മറിച്ച് അദ്ദേഹം ഇത്രയും കാലം തുടർന്നു വന്ന ജീവിത വഴിയിലെ ഒരു തുടർച്ച മാത്രമാണെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. തൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു ബിസിനസ്സുകാരനാണ് പി.വി. അൻവർ. അതിൻ്റെ എല്ലാം ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസം. പി.വി. അൻവർ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചതും വളർന്നതുമെല്ലാം യാഥാസ്ഥിതികമായ ഒരു കോൺഗ്രസ് കുടുംബത്തിലാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നല്ലൊരു പ്രവർത്തകനായിരുന്നു. സ്കൂൾ കാലം മുതൽ തന്നെ കോളേജിൽ KSUവിൻ്റെ ചെയർമാനായിരുന്നു. കോൺഗ്രസിൻ്റെ നല്ല യുവ നേതാവായും ശക്തനായ ഒരു നേതാവുമെല്ലാം വളർന്നു വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായ K. കരുണാകരൻ കോൺഗ്രസ് പിളർത്തി DAC ഉണ്ടാക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് പിളർത്തി DAC ആയി ഉണ്ടായി കുറേ പ്രവർത്തകരോടൊപ്പം കരുണാകരൻ പുറത്തു പോയപ്പോൾ കരുണാകരനോടൊപ്പം അൻവറും പുറത്തു പോവുകയുണ്ടായി. എന്നാൽ DAC എന്ന രാഷ്ട്രീയ പരീക്ഷണം കേരള രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവസാനം DAC എല്ലാം പിരിച്ചുവിട്ട് കരുണാകരൻ അടക്കമുള്ളവർ തിരികെ കോൺഗ്രസ്സിലേക്ക് വന്നപ്പോൾ അൻവറിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു ലാവണം വേണമായിരുന്നു. അതിനാണ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചും CPM-ൻ്റെ പിന്തുണ തേടി പോയത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാനായിരുന്നു അൻവറിൻ്റെ ആഗ്രഹം. അതിന് അദ്ദേഹത്തിൻ്റെ CPM-ലെ തന്നെ വലിയൊരു പ്രബലമായ വിഭാഗത്തിൻ്റെയും CPI-ലെ പ്രാദേശികമായ കുറച്ചാളുകളുടെ എല്ലാം പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അങ്ങനെ മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് CPI-ക്കാണ് ആ ഒരു സീറ്റ് ആ വർഷം ഇടതുപക്ഷ മുന്നണി കൊടുത്തത്. അങ്ങനെ CPI-ക്ക് കൊടുത്ത സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാൻ വേണ്ടി അൻവർ ശ്രമിച്ചെങ്കിലും അന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CK ചന്ദ്രപ്പൻ അതിന് സമ്മതിച്ചില്ല. CK ചന്ദ്രപ്പൻ പറഞ്ഞ വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. സ്വന്തം കച്ചവട താല്പര്യങ്ങളുള്ള അൻവറിനെ പോലെ ഒരാളിനെ CPI-യുടെ സ്ഥാനാർത്ഥിയാക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പിന്തുണയ്ക്കാനോ കഴിയില്ല. അതുകൊണ്ട് CPI-യുടെ സ്ഥാനാർത്ഥി തന്നെ അവിടെ മത്സരിക്കും, അൻവർ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു CK ചന്ദ്രപ്പൻ ഏറ്റെടുത്തത്. എന്നാൽ ഇത് അൻവറിനെ വളരെയധികം ചൊടിപ്പിക്കുകയുണ്ടായി. അൻവറിൻ്റെ സ്വഭാവത്തിലൊരു പ്രത്യേകത നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തനിക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ തൻ്റെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാനും അവരെ എത്രത്തോളം വേട്ടയാടാനും ഒരിക്കലും മടിക്കാത്ത ഒരാളാണ് അൻവർ. അദ്ദേഹം ചെയ്തത് CK ചന്ദ്രപ്പനെതിരെ വളരെ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു. അതായത് തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വേണ്ടി കൊല്ലത്തെ ഒരു മുതലാളിയിൽ നിന്നും CK ചന്ദ്രപ്പൻ 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നൊരു ആരോപണം പത്രസമ്മേളനം വിളിച്ച് പി.വി. അൻവർ ആരോപിക്കുകയുണ്ടായി. നാം ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സത്യസന്ധൻ ആയ രാഷ്ട്രീയക്കാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേരാണ് CK ചന്ദ്രപ്പൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റേത്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സംശുദ്ധിയെയും ചോദ്യം ചെയ്യാൻ മാത്രമുള്ള വിവരക്കേട് മാത്രമേ അൻവറിനുള്ളൂ. അപ്പോൾ CK ചന്ദ്രപ്പനെതിരെ ഇത്രയും ഗുരുതരമായൊരു ആരോപണം ഉന്നയിക്കാൻ പി.വി. അൻവറിന് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും തനിക്കെതിരെ ഉയർന്ന ഈ പരസ്യമായ ഈ ആരോപണത്തിനെതിരെ CK ചന്ദ്രപ്പൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയുണ്ടായി. പക്ഷേ ആ കേസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് CK ചന്ദ്രപ്പൻ അസുഖബാധിതനെ മരണമടയുകയുണ്ടായതുകൊണ്ട് അൻവർ രക്ഷപ്പെടുകയുണ്ടായി ആ ഒരു കേസിൽ നിന്ന്. എന്തായാലും ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അൻവർ മത്സരിക്കുകയുണ്ടായി. CPM-ലെ വലിയൊരു വിഭാഗം CPI-ലെ തന്നെ ഒരു റഹ്മത്തുള്ളയുടെ നേതൃത്വത്തിലുള്ള ചെറിയൊരു വിഭാഗവും അൻവറിന് രഹസ്യമായി പിന്തുണ കൊടുക്കുകയുണ്ടായി. അങ്ങനെ അൻവർ ആ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വരികയുണ്ടായി. CPI സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്ത് പോവുകയും ചെയ്തു. അതോടുകൂടി CPI എന്ന സംഘടന അൻവറിനെ സംബന്ധിച്ചോളം കണ്ണിലെ കരടായി മാറുകയുണ്ടായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അന്ന് വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചത് CPI-യുടെ സത്യൻ മൊകേരിയായിരുന്നു. വയനാട് മണ്ഡലം നമുക്കറിയാവുന്നതുപോലെ ആദ്യമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ MA ഷാനവാസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലമാണ് വയനാട്. ആ മണ്ഡലത്തിലാണ് CPI-യുടെ സീനിയർ നേതാവായ സത്യൻ മൊകേരിയെ സ്ഥാനാർത്ഥിയാക്കിയത്. സത്യൻ മൊകേരി വളരെ മികച്ച ഒരു മത്സരമാണ് ആ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. എന്തായാലും CPI-യെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന് തീരുമാനിച്ചുകൊണ്ട് അൻവർ ആ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തു. അൻവറിന് ആ കൂടെ 30,000 വോട്ട് മാത്രമാണ് ആ മണ്ഡലത്തിൽ ലഭിച്ചത്. പക്ഷേ CPI സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ആ ഇലക്ഷനിൽ പരാജയപ്പെട്ടത് വെറും 20,000 വോട്ടിനായിരുന്നു. അതായത് 1.5 ലക്ഷം
കഴിഞ്ഞ വർഷം ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലത്തിൽ സത്യൻ മൊകേരി വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് ആ ഭൂരിപക്ഷത്തെ വെറും 20,000 കുറയ്ക്കുകയുണ്ടായി. ഒരുപക്ഷേ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ സത്യൻ മൊകേരി ആ മണ്ഡലത്തിൽ വിജയിക്കുമായിരുന്നു. അങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി സ്വതന്ത്ര വേഷം കെട്ടിയ ഒരാളായിരുന്നു അൻവർ ആ ഒരു ഇലക്ഷൻ. 2016 നിയമസഭ ഇലക്ഷൻ വരികയുണ്ടായി. നിലമ്പൂർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു. ആര്യാടൻ മുഹമ്മദ് നീണ്ട വർഷക്കാലം സ്വന്തം മണ്ഡലമായി വെച്ചുകൊണ്ടിരുന്ന നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ കുത്തക തകർക്കണമെന്ന് CPM ആഗ്രഹിച്ചു. ആ വർഷം ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് ആര്യാടൻ്റെ മകൻ ഷൗക്കത്തിനെയായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി CPM അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുകയുണ്ടായി. 2016 നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു തരംഗമുണ്ടായ ഒരു ഇലക്ഷനായിരുന്നു നടന്നത്. ആ തരംഗത്തിൽ അൻവർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഇടതുപക്ഷ പിന്തുണയുള്ള സ്വതന്ത്രനായി മാറുകയുണ്ടായി. അങ്ങനെയാണ് ഇടതുപക്ഷത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ കൂടുമാറ്റം പൂർത്തിയായത്. അൻവറിനെ സംബന്ധിച്ചോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് ആവശ്യമായൊരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ MLA സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബിസിനസ് വളർത്താനാണ് ശ്രമിക്കുകയുണ്ടായത്. അദ്ദേഹം നിർമ്മിച്ച തീം പാർക്ക്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളുമെല്ലാം തന്നെ പലപ്പോഴും മിച്ചഭൂമി നിയമത്തെയും അതുപോലെ തന്നെ പരിസ്ഥിതി നിയമങ്ങളെയെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മിതികളാണ് നടന്നത് എന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരികയുണ്ടായി. എന്തായാലും PV അൻവറിൻ്റെ നിർഭാഗ്യവശാൽ റവന്യൂ വകുപ്പും വനം വകുപ്പും നിയന്ത്രിച്ചിരുന്നത് CPIയുടെ മന്ത്രിമാരായിരുന്നു. മുമ്പേ തന്നെ CPIയുമായിട്ട് അത്ര സ്വരച്ചേച്ചിലല്ലാതിരുന്ന അൻവറിനെ സംബന്ധിച്ചോളം പിന്നെ വീണ്ടും പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. റവന്യൂ വകുപ്പ് വളരെ ശക്തമായി തന്നെ അൻവറിൻ്റെ ഭൂമി കയ്യേറ്റത്തിനെതിരെയും മിച്ചഭൂമി കയറ്റത്തിനെതിരെയും അനധികൃത നിർമ്മാണത്തിനെതിരെയുമെല്ലാം നടപടിയെടുക്കുകയുണ്ടായി. ചീങ്കണ്ണി പാലി എന്ന സ്ഥലത്ത് അൻവർ നിർമ്മിച്ച തടയണ ഭൂനിയമങ്ങളെയും പാരിസ്ഥിതിക നിയമങ്ങളെയും ലംഘിക്കുന്നതാണെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തുകയുണ്ടായി. അതിനെ തുടർന്ന് ആ തടയണ തകർക്കാൻ വേണ്ടി റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകുകയുണ്ടായി. ഇതിനെതിരെ അൻവർ കോടതിയെ സമീപിച്ചു. എന്നാൽ ഹൈക്കോടതി 2018 റവന്യൂ വകുപ്പിൻ്റെ നടപടിയെ ശരിവയ്ക്കുകയും ഉടൻ തന്നെ ആ തടയണ തകർക്കുകയും ആ ഡാമിലെ വെള്ളം തുറന്നുവിടുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഇത് അൻവറിന് വളരെ ശക്തമായൊരു തിരിച്ചടിയായിരുന്നു. തൻ്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി CPI ശ്രമിക്കുകയാണെന്ന് അൻവർ പരസ്യമായി ആരോപിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇതിനെതിരെ CPIയും വളരെ ശക്തമായ നിലപാടാണ് എടുത്തത്. എന്തായാലും ഇങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്ന സമയത്ത് അൻവറിൻ്റെ ബിസിനസ് വളരെയധികം മോശമായ സ്ഥിതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം ഈ ബിസിനസ്സിനെ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ പുതിയ ബിസിനസ് കണ്ടെത്താൻ വേണ്ടി ആഫ്രിക്കയിൽ വരെ സന്ദർശനം നടത്തുന്ന സ്ഥിതിയുമുണ്ടായി. 2019 പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് CPM അൻവറിനെ നിർത്തുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ അൻവറിന് വേണ്ടി എല്ലാവരും വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചെങ്കിലും അൻവർ തോൽക്കുകയുണ്ടായി. വീണ്ടും അൻവർ CPIക്കെതിരെ തിരിഞ്ഞ് തന്നെ തോൽപ്പിച്ചത് CPIയുടെ ശ്രമഫലമായിട്ടാണ് എന്ന രീതിയിൽ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. CPIയെ തുടക്കം മുതൽ പല പ്രാവശ്യം കടന്നാക്രമിക്കാൻ അൻവർ ശ്രമിച്ചപ്പോഴെല്ലാം CPM ഒരിക്കലും അതിനെ തടയാനോ അതിലിടപെടാനോ ശ്രമിച്ചില്ല എന്നത് വളരെ രസകരമായൊരു സംഗതിയാണ്. ഒരുപക്ഷെ തങ്ങളുടെ ചെലവിൽ CPIക്ക് 2 കിട്ടിക്കോട്ടെ അൻവറിൻ്റെ വകയായിട്ട് എന്ന് അവർ കരുതി കാണും. പക്ഷേ അതേ CPMന് തന്നെ ഇപ്പോൾ അൻവർ ഒരു തലവേദനയായി മാറിയെന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയായിരിക്കാം. 2021 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അൻവർ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ മത്സരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞെങ്കിലും അദ്ദേഹം ജയിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ചോളം അത്ര നല്ല സമയമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള കേസുകളും ഭൂനിയമങ്ങൾ ലംഘിച്ചിട്ടുള്ള പരാതികളും എല്ലാം റവന്യൂ വകുപ്പ് കർശനമായി തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. CPI അദ്ദേഹത്തിൻ്റെ വഴിക്കൊന്നും വരുന്നില്ല. എന്നാൽ CPMനെ ഉപയോഗിച്ച് CPIയെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ശ്രമിച്ചെങ്കിലും അതും നടക്കാതെ വരികയുണ്ടായി. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ അൻവറിന് വളരെ മോശമായൊരു സമയമായിരുന്നു. മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും MLA ആയ അൻവർ പ്രതീക്ഷിച്ചത് തന്നെ മന്ത്രിയാക്കുമെന്നായിരുന്നു. മുമ്പ് ജലീലിനെ മന്ത്രിയാക്കിയതുപോലെ തനിക്ക് ഇത്തവണ ഒരു ചാൻസ് കിട്ടുമായിരുന്നു അൻവർ പ്രതീക്ഷിച്ചത്. പക്ഷേ CPM അബ്ദുൾ റഹ്മാനെയാണ് മന്ത്രിയാക്കിയത്. ഇത് അൻവറിന് വളരെയധികം നീരസമുണ്ടാക്കിയ ഒരു വസ്തുതയാണ്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടായതോടുകൂടി അൻവറിന് മറ്റൊരു പേടി കൂടിയുണ്ടായി. 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിച്ചാൽ താൻ ജയിക്കുമോ എന്ന് അൻവറിന് അത്ര ഉറപ്പില്ല. ഇനി ജയിച്ചാൽ തന്നെ ഇടതുമുന്നണി ജയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ MLA ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അലങ്കോലമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വീണ്ടും കൂടുതൽ കുരുക്കുകളിലേക്ക് നീങ്ങുകയും കോൺഗ്രസ് മന്ത്രിസഭ വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരുപക്ഷെ ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായേക്കും എന്ന് അദ്ദേഹം ഭയക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അൻവർ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ
CPM-നെതിരെ ഈ ഒരു നീക്കം നടത്തുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അൻവറിൻ്റെ ലക്ഷ്യം എന്താണ് ശരിക്കും? അൻവറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനിയും തനിക്ക് അടുത്ത ഭരണത്തിൽ വരുന്നത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും നിർണായക സ്വാധീനമുള്ള ഒരാളായി മാറാൻ തനിക്ക് കഴിയണം. അതാണ് അൻവറിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നാൽ അത് ചെയ്യുമോ പറ്റുമോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിന് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇടതുപക്ഷ മുന്നണി വിട്ടു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരാണ്, സാധാരണ പ്രവർത്തകരാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അദ്ദേഹം മുമ്പ് ഏറനാട് സ്വന്തം സ്ഥാനത്ത് മത്സരിച്ചപ്പോൾ അത് ജയിച്ചില്ല. പക്ഷേ എന്നാൽ പോലും നല്ലൊരു ശതമാനം വോട്ട് അദ്ദേഹത്തിന് കിട്ടി രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിയുകയുണ്ടായി. അതിന് പ്രധാന കാരണം CPM-ലെ തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നതാണ്. അപ്പോൾ ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ആദർശവാൻ്റെ ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും വേണം. അത് രണ്ടും അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. അതായത് CPM തന്നെ കൈവിട്ടാൽ പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കാൻ കഴിയണം. അതാണ് അൻവറിൻ്റെ ലക്ഷ്യം. കാരണം UDF-ലോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒറ്റയടിക്ക് ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതെ മുമ്പ് നമ്മുടെ PC ജോർജൊക്കെ ചെയ്തതുപോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയണം. അതിന് ആദർശവാൻ്റേതായ ഒരു കുപ്പായം അദ്ദേഹത്തിന് അണിയണം. ഒരു വെടിക്ക് നമ്മൾ 2 പക്ഷി 3 പക്ഷി എന്നൊക്കെ പറയുന്നതിനപ്പുറം ഒരുപാട് ലക്ഷ്യങ്ങളാണ് അൻവറിൻ്റെ ഇപ്പോഴുള്ള പ്രസ്ഥാനങ്ങൾക്ക് പിന്നിലുള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ആദർശവാൻ്റെ കുപ്പായം അദ്ദേഹത്തിന് കിട്ടണം. അദ്ദേഹം അഴിമതിക്കെതിരെ നിൽക്കുന്ന ഒരാളാണെന്ന് തെളിയിക്കണം. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ചില ടാർഗറ്റുകളെ കണ്ടുവച്ചിട്ടുണ്ട്. ആ ടാർഗറ്റുകൾ ഇല്ലാതാക്കണം. അൻവർ പറയുന്ന പ്രസ്താവനകളും ആരോപണങ്ങളും എല്ലാം 100% ശരിയാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ മണ്ടന്മാരാണ്. അൻവറിന് ലക്ഷ്യമുണ്ട്, ചില ടാർഗറ്റുകളുണ്ട്. അദ്ദേഹം പറയുന്നതെല്ലാം നുണയാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അർദ്ധസത്യങ്ങൾ കാണാം. പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്ന ടാർഗറ്റ് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് അറിയാം ഇപ്പോഴത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ പ്രവർത്തകർ നിരാശപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യങ്ങളിലാണ്. കാരണം ആഭ്യന്തര വകുപ്പ് വളരെ പരാജയമാണ്. അത് വളരെ സത്യമായൊരു കാര്യമാണ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മോശം ആഭ്യന്തരമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണെന്ന് മറുപടി പറയാൻ ഒരു ഇടതുപക്ഷ പ്രവർത്തകന് ഒരു മടിയുമില്ല. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം പിണറായി വിജയൻ ആത്യന്തികമായിട്ട് K കരുണാകരനെ പോലെ പോലീസിനെ അമിതമായി ആശ്രയിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ്. പോലീസിൻ്റെ ആത്മവീര്യം തകർക്കരുത്, അവർ പറയുന്ന എന്തിനേയും പിന്തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പിൽ മുമ്പത്തെ പോലെ പാർട്ടിക്കോ CPM-നോ ഇടതുപക്ഷ പ്രവർത്തകർക്കോ വലിയ നിയന്ത്രണം ഇന്നില്ല. മറിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു തോന്നൽ സാധാരണ ഇടതുപക്ഷ പ്രവർത്തകർക്കുമുണ്ട്. അപ്പോൾ ആ പ്രവർത്തകരുടെ മനോവികാരം മനസ്സിലാക്കിയാണ് അൻവർ ശക്തമായി ഈ ഒരു ടാർഗറ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷക്കാരുടെ ഒരു മനസ്സ്, ഒരു വലിയ വോട്ട് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായി വിജയനെയും അതുപോലെ തന്നെ CPM എന്ന നേതൃത്വത്തെയും മുൾമുനെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞില്ല എന്നതാണ് ഇപ്പം വരെയുള്ള സംഭവവികാസങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായി തന്നെ ഇപ്പോൾ പിണറായി വിജയനെതിരെയും തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും അൻവറിൻ്റെ ഈ കളികൾ വിജയിക്കുമോ എന്നത് കാലം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കുക, അൻവർ എന്ന് പറയുന്നത് 100% ആദർശവാനായ ഒരാളോ 100% സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനോ ഒന്നുമല്ല. 100% അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. അയാൾക്ക് മറ്റെന്തിനേക്കാളും വലിയ താല്പര്യം എന്ന് പറയുന്നത് സ്വന്തം ബിസിനസ് സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങൾ തീർച്ചയായും അത് സാധാരണ ജനങ്ങളുടെ മനസ്സിലുള്ള ആരോപണങ്ങൾ തന്നെയാണ്. അവ അന്വേഷിക്കേണ്ടതും അവ തെളിയിക്കേണ്ടതും അതിലെ കുറ്റവാളികളെ കണ്ടുപിടിക്കേണ്ടതും, പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരം കലക്കിയതടക്കമുള്ള സംഭവങ്ങളെ പറ്റിയുള്ള ആരോപണങ്ങൾ തീർച്ചയായും ഓരോ സാധാരണ ജനങ്ങളുടെയും മനസ്സിലുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. അത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ CPM-ന് എന്ത് മാർഗമുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അന്വേഷണം വളരെ കാര്യക്ഷമമായി നടത്തുക, ആ ആരോപണങ്ങളുടെ നിജസ്ഥിതി പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എങ്കിൽ മാത്രമേ അൻവർ ഉയർത്തിവിട്ട ഈ ഒരു കൊടുങ്കാറ്റിനെ CPM-ന് അതിജീവിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് പ്രതിപക്ഷം ഏറ്റെടുക്കും. പ്രതിപക്ഷവും BJP ഏറ്റെടുക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിന്, CPM-ന് മാത്രമല്ല എല്ലാവർക്കും അത് വളരെ വലിയ ക്ഷീണമായിരിക്കും. അത് മൊത്തത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഇമേജിനെ ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ പിണറായി വിജയനെതിരെ പരസ്യമായി പത്രസമ്മേളനം നടത്തി അൻവർ പറഞ്ഞ കൂട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അൻവർ പറഞ്ഞൊരു ചോദ്യമുണ്ട്, നിങ്ങൾ റിയാസിനെ മാത്രം മതിയോ പാർട്ടിക്ക് എന്ന്.
അത് വളരെ അപകടകരമായ ഒരു ചോദ്യമാണ്, നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയും സംഘപരിവാറും വർഷങ്ങളായിട്ട് CPMനെതിരെ നടത്തുന്ന ഒരു ആരോപണമാണ് CPM മുസ്ലിം പ്രീണനം നടത്തുന്ന ഒരു പാർട്ടിയാണെന്നത്. അപ്പോൾ ആ ആരോപണത്തിന് വീണ്ടും അടിവരയിടുകയാണ് അൻവർ മനഃപൂർവ്വം ചെയ്യുന്നത്. കാരണം റിയാസിനെ പറഞ്ഞതുവഴി അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അത് മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല, പിണറായി വിജയൻ്റെ മരുമകനായതുകൊണ്ട് ഇത്രയും പ്രാധാന്യം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നു. അതുകൊണ്ടാണ് തന്നെ പോലെ ആൾക്കാർക്ക് മന്ത്രിയാവാൻ പോലും പറ്റാത്തത് എന്നാണ് അൻവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് അയാൾ ചെയ്യുന്നത് തനിക്കെതിരെ ആലോചിച്ച് നോക്കുക, പിണറായി വിജയൻ എന്ന് പറയുന്ന അൻവറിനെ ഇത്രയും വളർത്തിയ ആൾക്കെതിരെ പോലും തനിക്ക് അനുകൂലമല്ല എന്ന് വരുമ്പോൾ അയാൾക്കെതിരെ ഇത്രയും ഹീനമായ ഒരു ആരോപണം ഉന്നയിക്കാൻ വരെ അൻവർ മടിക്കുന്നില്ല. മുമ്പ് ചന്ദ്രപ്പനെതിരെ ഉന്നയിച്ചു, ഇപ്പോൾ പിണറായി വിജയനെതിരെ ഉന്നയിക്കുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. പക്ഷേ തൻ്റെ താല്പര്യങ്ങൾക്കെതിരെ ആര് നിന്നാലും അവർക്കെതിരെ എന്തും പറയാൻ മടിക്കാത്ത ഒരാളാണ് അൻവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത് CPMന് വലിയൊരു പാഠമാണ്. കാരണം CPMലേക്ക് ആര് വന്നാലും വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അയാൾ ആത്യന്തികമായിട്ട് ഇടതുപക്ഷ ചായ്വുള്ള ആളാണോ, ഇടതുപക്ഷ ആദർശങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരാളാണോ, അതും വെറും വ്യക്തി താല്പര്യങ്ങളുടെ പുറത്താണോ ഇടതുപക്ഷത്തോട് വരുന്നത് എന്ന കാര്യം ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് തീരുമാനിച്ചിട്ട് വേണം അയാളെ കൊണ്ടുവരേണ്ടത്. മുമ്പ് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറ്റിയൊരു അബദ്ധമാണ്. അതേ അബദ്ധം തന്നെയാണ് ഇപ്പോൾ വീണ്ടും അൻവറിൻ്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. ഈ നാടകം എന്നുവരെ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കും.